ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പലാസോ പാൻറ്റ് കട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പലാസോ പാൻറ്റ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. വളരെ ഈസിയാണ്. ഞാൻ ഈ പാൻറ്റ് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു 2 മീറ്റർ തുണിയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതുപോലെ 4 ആക്കി നമുക്ക് ഫോൾഡ് ചെയ്തിടാം. എന്നിട്ട് അളവ് പാൻറ്റ് ഈ തുണിയുടെ മേലെ 4 ആക്കി ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അളവ് പാൻറ്റ് തുണിയുടെ മേലെ ഇതുപോലെ വയ്ക്കുക. വളരെ എളുപ്പമാണ്. എളുപ്പത്തിൽ നമുക്ക് പലാസോ പാൻറ്റ് തയ്ക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ കറക്റ്റാക്കി തുണിയുടെ മേലെ വയ്ക്കുക. ഇതുപോലെയാണ് മടക്കിയിടേണ്ടത്. നമ്മുടെ അടിയിലെ തുണി 4 ആക്കി മടക്കിയിടണം. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ പാൻറ്റ് വെച്ചതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ താഴെ ഞാനിവിടെ 1 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കണം. പക്ഷെ ഇതിൽ കുറച്ച് തുണി ലെങ്ത്ത് കുറവായതുകൊണ്ട് ഞാൻ വേറെ 1 ഇഞ്ച് പീസ് എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടാണ് മടക്കി അടിക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ പാൻറ്റ് അളവ് വെച്ചിട്ട് കറക്റ്റായിട്ട് ഒന്ന് വരച്ചെടുക്കാം. തയ്യൽ തുമ്പ് ഒരു 1/4 ഇഞ്ച് മതിയാവും. അല്ലെങ്കിൽ നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഗ്യാപ്പിലെടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. വളരെ ഈസിയാണ്, എളുപ്പത്തിൽ ചെയ്യാം. പിന്നെ നമുക്ക് എലാസ്റ്റിക് വെക്കാനായിട്ട് ഇവിടെ മേലെ ഞാനൊരു 2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. പലാസോ പാൻറ്റ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് മേലെ വരുന്ന ഭാഗമാണ്, ഷേപ്പിൻ്റെ ഭാഗമാണ്. എല്ലാവിടെയും നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതാണ് താഴെ വരുന്ന ഭാഗം. താഴെ നമുക്ക് 1 ഇഞ്ച് വേറെ പീസ് വെച്ചിട്ട് മടക്കി അടിക്കണം. ഇവിടെയാണ് എലാസ്റ്റിക് വരുന്നത്. എലാസ്റ്റിക് വരുന്ന ഫ്രണ്ട് ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എലാസ്റ്റിക് വെക്കുന്ന വീഡിയോ അടുത്തതിൽ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ പലാസോ പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. Bye.